വേനലിൽ മുഖം വാടുന്നതും ചർമ്മം കരുവാളിക്കുന്നതും ടാൻ വരുന്നതുമെല്ലാം സാധാരണയാണ്. കാരണം അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിന് നല്ലതല്ല. ചർമ്മത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മാറാൻ കൃത്രിമ വൈദ്യങ്ങൾ വേണ്ട. പകരം ചില വീട്ടുവൈദ്യങ്ങളുണ്ട്. ഇതിന് സഹായിക്കുന്ന ചില വഴികളെക്കുറിച്ച് അറിയൂ. ആദ്യത്തെ വഴി വളരെ സിമ്പിളാണ്. ഇതിനായി ചെയ്യേണ്ടത് 2 സ്റ്റെപ്പുകളുണ്ട്. ക്ലെൻസിങ്, എക്സ്ഫോളിയേഷൻ എന്നിവയാണിത്. പാൽ, പുട്ടിൻ്റെ പൊടി എന്നിവയാണ് ഇതിനായി വേണ്ടത്. പുട്ടുപൊടി അല്ലെങ്കിൽ അരിപ്പൊടി, പറ്റിയില്ലെങ്കിൽ മൈസൂർ ദാൽ അഥവാ ചുവന്ന പരിപ്പ് ഉപയോഗിച്ചും ചെയ്യാം. ഇതല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങളെ വീട്ടിൽ കാണുമല്ലേ. ഇതിനായി ചെയ്യേണ്ടത് ആദ്യം പാൽ പഞ്ഞിയിൽ മുക്കി മുഖം ക്ലീൻ ചെയ്യുക എന്നതാണ്. പാൽ നല്ലൊരു ക്ലെൻസറാണ്. മുഖത്തിന് തിളക്കവും ഈർപ്പവും നൽകും. ഇതിനുശേഷം പാലിൽ അല്പം അരിപ്പൊടി കലക്കാം. പരിപ്പ് പൊടി ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് മുഖത്ത് സ്ക്രബ് ചെയ്യുക. വല്ലാതെ ഉരയ്ക്കരുത്, മെല്ലെ സ്ക്രബ് ചെയ്യാം. ഒരു മസാജിങ്ങിൻ്റെ ഗുണം ലഭിക്കണം. അടുത്തത് തക്കാളിയുടെ പൾപ്പാണ്. തക്കാളിയുടെ പൾപ്പ് നാച്ചുറൽ ആസ്ട്രിജൻ്റാണ്. ഇത് മുഖത്തെ സുഷിരങ്ങൾ ചുരുക്കാൻ സഹായിക്കും. ഇതിലെ ലൈക്കോപ്പിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഗുണം നൽകുന്നു. ഇതാണ് ചുവന്ന നിറം നൽകുന്നത്. ഈ ഘടകം സൂര്യനിൽ നിന്നുണ്ടാകുന്ന UV റേ തടയാൻ സഹായിക്കുന്നു. ചെറിയൊരു സൺസ്ക്രീൻ എഫക്റ്റ് എന്നും വേണം പറയുവാൻ. തക്കാളിക്കൊപ്പം തൈരും ഉപയോഗിക്കാം. തൈര് പൊതുവെ ഏറെ നല്ലതാണ്. ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകും. ടാൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മുഖം വൃത്തിയാക്കുക. പിന്നീട് തക്കാളി, തൈര് എന്നിവ ചേർത്തിളക്കി മുഖത്തിടാം. ഇത് കുറേ കഴിയുമ്പോൾ കഴുകാം. മുഖത്ത് ടോണർ ഉപയോഗിക്കുന്നതും ഏറെ നല്ലതാണ്. ഇതിനായി 1/4 ഭാഗം റോസ് വാട്ടർ, 3/4 ഭാഗം ഗ്രീൻ ടീ എന്നിവ ഉപയോഗിക്കാം. ഇവ രണ്ടും തണുപ്പിക്കുക. ഇത് മുഖത്ത് സ്പ്രെഡ് ചെയ്യാം. ഇത് മുഖത്തിന് തണുപ്പ് നൽകാനും തിളക്കം നൽകാനും നല്ലതാണ്. ഇത് കഴുകണം എന്നില്ല. ഇതുപോലെ കുക്കുംബർ ജ്യൂസ് കൊണ്ടുണ്ടാക്കുന്ന ഐസ് ക്യൂബ് ഉപയോഗിച്ച് മുഖത്ത് മസാജ് ചെയ്യുന്നതും ഏറെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.